5 വർഷം തപ്പി നടന്നിട്ട് കിട്ടിയൊരു മുതല. വണ്ടി ഓടാതിരിക്കോ നമുക്കത് വിഷയമല്ല. എങ്ങനെയെങ്കിലും ഓടിച്ച് ലീത്തിൻ്റെ വീട്ടിൽ കൊണ്ട് ഇട്ടേക്കുക, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. അല്ലല്ലേ ഇപ്പോൾ ഉടനെ പോകേണ്ട വരും, വയസ്സായില്ല. ടെസ്റ്റ് ആയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ ഓണർ നമുക്കൊരു ചെറിയ നൈസ് പണി തന്നുള്ളത്. ഇതിന്റെ മെയിൻ്റെനൻസുകളൊക്കെ ഇപ്പൊ എങ്ങനെ ചെയ്യുന്നു സ്വന്തമായി? സത്യത്തിൽ ഇതിന് മെയിൻ്റനൻസ് ഒന്നും ഇല്ല. പെട്രോൾ അടിക്കുക ഓടിക്കുക, പെട്രോൾ അടിക്കുക ഓടിക്കുക. ഞാൻ ആകെ ഇതിനകത്ത് ചെയ്തേക്കുന്നത് ഹലോ ഫ്രണ്ട്സ്, പോക്കറ്റ് ലൈഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നും നമ്മളൊരു റയർ കാർ കൊണ്ടാണ് വന്നിരിക്കുന്നത്. റയർ എന്ന് പറഞ്ഞാൽ നല്ല റയറായിട്ടുള്ളൊരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. നമ്മുടെ മാരുതി സുസുക്കിയുടെ അൾട്ടൂറയാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. കുറേ വർഷങ്ങളായി ഇന്ത്യയിൽ ഉള്ള വാഹനമാണെങ്കിലും ഇന്ന് കിട്ടാൻ വളരെ വിരളമായിട്ടുള്ള ഒരു വണ്ടിയാണ് ഈ കിടക്കുന്നത്. ഒരു സ്റ്റേഷൻ വാഗൻ അൾട്ടൂറയുടെ യൂസർ എക്സ്പീരിയൻസ് ആണ്. ഈ വണ്ടി എങ്ങനെ ഒപ്പിച്ചു, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു മെയിൻ്റെനൻസും കാര്യങ്ങളും, ഈ വണ്ടിയോടുള്ള ഇഷ്ടം എങ്ങനെ തോന്നി, ഇതിൻ്റെ ഒരു ഡ്രൈവ് ഫീൽ എങ്ങനെയാണ്. നമ്മളും ഡ്രൈവ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ഈ വണ്ടിയിൽ നമ്മൾ പണ്ടൊരു RAV4ൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പം ആ വീഡിയോയിൽ നമ്മൾ സ്റ്റേഷൻ വാഗനൂടെ ചെയ്യാനായിരുന്നു, പക്ഷേ അത് നടന്നില്ല. നമ്മൾ RAV4ൻ്റെ വീഡിയോ മാത്രമേ അന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതിൻ്റെ എക്സ്പീരിയൻസ് നമുക്ക് ഇന്ന് ചോദിക്കാം ഇവരോട് തന്നെ. നമ്മുടെ നേപ്പാൾ ഡ്രൈവിൻ്റെ വീഡിയോയ്ക്കകത്തെ ബിനിഷേറ്റിൻ്റെ വണ്ടിയാണിത്. നമ്മൾ ആ വീഡിയോ ചെയ്യാൻ വന്നപ്പോഴാണ് ഈ വണ്ടി കാണുന്നത്. അപ്പോൾ ഞങ്ങൾ അങ്ങനെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് അവരെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പോൾ വീണ്ടും അവരെ നമ്മുടെ ചാനലിലേക്ക് വെൽക്കം ചെയ്യുന്നു. ഗിരീഷേട്ടാ, ബിനിഷേട്ടാ, രണ്ടുപേർക്കും വെൽക്കം അഗെയിൻ ടു അവർ ചാനൽ. അപ്പം വിത്ത് വേറൊരു വണ്ടി അല്ലേ? ഇത് വണ്ടിയുടെ വീഡിയോ കേട്ടോ. പൂർണ്ണമായിട്ടും ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളാണ് ചോദിക്കുന്നത്. അപ്പം നിങ്ങൾ ഈ വണ്ടി ഒപ്പിച്ചു, എവിടെ നിന്ന് ഒപ്പിച്ചു, എങ്ങനെ ഒപ്പിച്ചു, ഇതിലോട്ട് വന്നത് എങ്ങനെ? ഒപ്പിച്ചു എന്ന് പറഞ്ഞാൽ 5 വർഷം തപ്പി നടന്നിട്ട് കിട്ടിയൊരു മുതല. ഓക്കെ, ഞങ്ങള് ഏതെങ്കിലും ഒരു സ്റ്റേഷൻ ഭാഗം അത് നോക്കിയത് 124ന്റെ സ്റ്റേഷൻ ഭാഗം അല്ലെ 123യുടെ, അതൊന്നും നമുക്ക് ചിന്തിക്കാം. പിന്നെ സ്കോഡയുടെ നോക്കിയായിരുന്നു, പക്ഷെ അത് 7 ലക്ഷത്തി സംതിങ് ആണ്ട് വില പറഞ്ഞുകൊണ്ട് ഞാനത് വിട്ടുള്ളത്. പിന്നെ ഞങ്ങളിങ്ങനെ തപ്പി പിടിച്ചപ്പോൾ ഒരു ദിവസം ഞാൻ ബൈക്ക് ഫസ്റ്റ് ഗിരിക്കൊരു ഇൻഡിഗോ മെറീന ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ ഒരുപാട് യാത്ര പോയിട്ടുണ്ട്. ഞങ്ങൾ പഴനി ഒക്കെ, പഴനിയിൽ നിന്ന് ഞങ്ങൾ മൂന്നാറ് വഴിയൊക്കെ ഇറങ്ങി വന്നു. ഞങ്ങൾ ഭയങ്കര ആ വണ്ടിയായിട്ട് ഞങ്ങൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട് ഞങ്ങൾക്ക് യാത്ര ചെയ്ത്. അപ്പോൾ ഇയാൾ ആ വണ്ടി കൊടുത്തു. മനസ്സിലായിട്ട് ഇയാളിങ്ങനെ 2 വർഷം അല്ലെ ഏറെ വന്നാൽ എനിക്ക് 2 വർഷത്തിൽ കൂടുതൽ ഒരു വണ്ടി വെക്കുന്നില്ലെന്നു മാറി പുതിയ അപ്ഗ്രേഡ് ചെയ്ത് ഉണ്ട്. ചെറിയ വണ്ടി ഞങ്ങളുടെ ഉണ്ട് അന്ന്. എന്നിരുന്നാൽ പോലും വലിയ വണ്ടികൾ മാറ്റി ഇപ്പോൾ നേപ്പാളിൽ പോയ ഫോർച്യൂണർ എടുത്തു എന്ന് പറഞ്ഞ പോലെ. അതിനുശേഷം പിന്നെ സ്റ്റേഷൻ വാഗണില്ല. പിന്നെ എനിക്കൊരു ഇതുണ്ടായിരുന്നു, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വണ്ടി കളക്ട് ചെയ്ത് വെക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ വണ്ടി സൂക്ഷിക്കുന്ന കാര്യത്തിൽ ഞാൻ ഇച്ചിരി പുറകോട്ടാണ്. അപ്പോൾ അങ്ങനെ തപ്പി നടന്ന ഒരു ദിവസം ബാംഗ്ലൂർ ഒരു സ്ഥലത്ത് ഈ വണ്ടി പൊടിയൊക്കെ പിടിച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു. അങ്ങനെ രാത്രി അതിൻ്റെ ഓണർ, ഒരു കിഷോർ എന്ന് പറഞ്ഞ ഓണർ, എന്നെ മുള്ളേ നിർത്തി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ബാംഗ്ലൂർ, ലിജിത്ത് എന്ന് പറഞ്ഞു. ലിജിത്തിൻ്റെ ഒരു കൂട്ടുകാരൻ സിബി വഴി ഒരുപാട് ദൂരം 1.5 മണിക്കൂറോളം യാത്ര ചെയ്തിട്ടാണ് ഈ ആളുടെ അടുത്ത് എത്തിയത്. അങ്ങനെ ഒന്ന് അഡ്വാൻസ് കൊടുത്തു. അയാൾ പറഞ്ഞു ഫുൾ പേയ്മെൻറ്റ് കിട്ടണം, കണ്ണൂരിൽ നിന്ന് ഒരു പാർട്ടി മേടിക്കാൻ വന്നേക്കാണ്, അങ്ങനെയൊക്കെ പറഞ്ഞു. അവസാനം 9:10 മണിയായപ്പോൾ ഞാനിവിടെ നിന്ന് മൊബൈലിൽ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തു. സിബി അവിടെ എത്തിയതിന് ശേഷം, അല്ലെങ്കിൽ എനിക്കറിയില്ല ഇത് പല തരികടയും ഉണ്ടാവുമല്ലോ എന്ന് ചോദിച്ചു. ഒന്നും നോക്കിയില്ല. വണ്ടി ഓടാതിരിക്കോ നമുക്കത് വിഷയമല്ല. എങ്ങനെയെങ്കിലും ഓടിച്ച് ലീത്തിൻ്റെ വീട്ടിൽ കൊണ്ട് ഇട്ടേക്കുക, ബാക്കി നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. ഇപ്പം ഗിരിയുടെ ഞാൻ എപ്പോഴും പറഞ്ഞു സാധനം നമ്മളവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇത് പോയി എടുക്കണമല്ലോ. ഞാൻ അന്ന് ആ സമയത്ത് തിരുപ്പതിക്ക് പോയി. അത് തിരിച്ചു തന്നെ വന്നിട്ട് ഞാനും ഗിരിയും കൂടി ഒരു ദിവസം നൈറ്റ് സർവീസ് ബസ്സിൽ കയറി പോയപ്പോഴത്തേക്ക് ലീത്തിൻ്റെ വീട്ടിൻ്റെ അവിടെ വണ്ടി കിടപ്പുണ്ട്. ഫുൾ പൊടിയൊക്കെ പിടിച്ച് കിടക്കുക. അവിടെ ഞങ്ങളെടുത്ത് ഓടിച്ചു. ഇവിടുന്ന് ബാറ്ററി ആയിട്ട് പോയത്. കാര്യം വെച്ചാൽ ബാറ്ററി അത് ഷോക്കാണെന്ന് അവൻ പറഞ്ഞായിരുന്നു. ഇന്ന് പോയിരുന്നു. സത്യത്തിൽ ഇപ്പോഴും ഞാൻ ആ ബാറ്ററി മാറ്റിയിട്ടില്ല. ആ ബാറ്ററി തന്നെ ഇപ്പോഴും ഇരിക്കുന്നത്. കംപ്ലൈന്റ് എന്ന് പറഞ്ഞ ബാറ്ററി ഇന്നും ഞാൻ മാറ്റിയിട്ടില്ല. അവിടെ നിന്ന് ഗിരിയൊക്കെ എന്തൊക്കെ ചെയ്തൊക്കെ സംഭവം സെറ്റ് ചെയ്തു. വണ്ടി അവിടെ നിന്ന് എടുത്തു. വണ്ടി ഞാൻ ഓടിച്ചിട്ട് ഇവിടെ ഒന്നും ടച്ച് ആൻഡ് പോളിഷ് ചെയ്തല്ലാതെ അല്ല, ഗിരി ഞാൻ കുറച്ചു നേരം ഓടിച്ചു. ബാംഗ്ലൂർ സിറ്റിയിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോൾ ഇയാൾ ഓടിച്ചു. പിന്നെ ഇയാൾ ഇറങ്ങിയിട്ടില്ല. ഞാനൊരു ഡ്രൈവിംഗ് സീറ്റിലേക്ക് പോയില്ല. അത് ടയർ വളരെ മോശമായ ടയറായിരുന്നു. ഇവിടെ നമ്മൾ ടയർ ടയർ എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞു ബിനീഷ് സൂക്ഷിക്കണം, നമ്മൾ ടയർ മോശമാണ്. ഈ കുറെ നാൾ കൂടി 1.6 നേരത്തെ പലരും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞ് 1.6ന്റെ ഹരമൊക്കെ കിട്ടിയോടി ഞാൻ ടയറും ഇതൊക്കെ മറന്നു റോഡിൽ അങ്ങോട്ട്
പറഞ്ഞ നേരം കൊണ്ട് ഞങ്ങള് കൊച്ചു പിടിച്ചു. ഒരു ക്ഷീണം എന്ന് പറഞ്ഞാൽ ഇന്നും ആ സ്റ്റോക്ക് എഞ്ചിനാണ്, ഗിയർ ബോക്സ് പോലും അഴിച്ചിട്ടില്ല. ഇത് ഏത് ഇയർ ആണ്? ഇത് 2004 2004 മോഡലാണ്. എന്നിട്ട് ഇത് ഞാൻ ടച്ച് ആൻഡ് പോളിഷ് ചെയ്തു. വേറൊരു സംഭവം ഈ കളർ തന്നെയാണ്. ഇയാളിങ്ങനെ കളർ ചേഞ്ച് ചെയ്യണ വേണ്ട, നമുക്ക് ഈ കളർ തന്നെ ഇത് തന്നെ മതി. ഇയാളുടെ ഒരു മറ്റേ 124 കളറും ഒക്കെ ഞാൻ തന്നെയാണ്. കളർ എപ്പോഴും എന്നോട് അഭിപ്രായം ചോദിക്കാറുണ്ട്. അപ്പൊ കളർ 123 ഉണ്ട്, ഇതേ സെയിം കളർ 123 ഉണ്ട്. എൻ്റെ ഫ്രണ്ട് വീട്ടിൽ വന്ന് രാവിലെ മുതൽ വന്ന് 9 മണിക്ക് വന്നിരുന്നിട്ട് 4 മണിയായപ്പോൾ അവൻ എന്നെ തലക്ക് ഭ്രാന്ത് പിടിപ്പിച്ച് കൊടുത്തോണ്ട് പോയി. KL 99 കോതമംഗലത്തുള്ള ബിനു എന്ന് പറഞ്ഞ് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഉണ്ടായത്. ഈ കളർ തന്നെ കീപ്പ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇത് തന്നെ നല്ല കളറല്ലേ? പിന്നെ നല്ല നല്ല നീറ്റായിട്ട് കോട്ടിംഗ് എന്തെങ്കിലും ചെയ്തോ? ഒന്നും ചെയ്തില്ല, പോളിഷ് പോലും ചെയ്തിട്ടില്ല. ഇതൊന്ന് പോളിഷ് ചെയ്യണം. ടച്ച് പോളിഷ് കഴിഞ്ഞപ്പോൾ ചെയ്തത്, പിന്നെ ഒന്ന് പോളിഷ് ചെയ്യണം. അത് നമ്മുടെ വീല് മാറണം, ഒരു റൂഫ് ബോക്സ് വെക്കണം. അപ്ഗ്രേഡ് ചെയ്യാൻ, അതായത് ഒരു റെട്രോ ലുക്കുള്ള അലോയിടാൻ. അങ്ങനെയാണ് ഉദ്ദേശിച്ചേക്കണത്. ബോക്സ് വെക്കണമെന്നുണ്ടെങ്കിൽ ഈ വണ്ടിയുടെ വലുപ്പം അനുസരിച്ച് വലിയ ഡബിൾ എക്സൽ, ബെൻഡാറിന്റെ ഡബിൾ എക്സലിന്റെ നമ്മുടെ ഫോർച്യൂണറിൽ ഇരിക്കുന്നതിനേക്കാൾ ഇത്തിരി കൂടി വലിയ ലീനിയർ ആയിട്ടുള്ള അത് നോക്കുന്നുണ്ട്. ഇത്രയും വീൽ ബേസ് ഉള്ള ഒരു വണ്ടിയാണ്. അതെ, ഭയങ്കര സുഖം ഓടിക്കാൻ. അതുപോലെ ഇന്നും ഈ വണ്ടി അതായത് അത്യാവശ്യം മൈലേജും ഉണ്ട്. പിന്നെ അതുകൂടാതെ ശരിക്കും നമുക്കിത് ഓടിക്കുമ്പോൾ വേറെ എൻ്റെ കയ്യിൽ പഴയ ലാൻസറും അങ്ങനെയുള്ള വണ്ടികളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് ഇത് ഓടിക്കാനുള്ള സുഖമൊന്നും അതിൽ കിട്ടിയിട്ടില്ല. 1.6 മറ്റേ പൊറോട്ടയും ബീഫും പോലെ. ഓക്കെ, അപ്പം അങ്ങനെ സ്വന്തമാക്കി എങ്ങനെയുണ്ട്? 1 വർഷം കഴിഞ്ഞു വണ്ടി. പിന്നെ നേരത്തെ ഇതിന്റെ നമ്പർ KA01 MB 2222 ആയിരുന്നു. ഞാനിത് 1 വർഷം ഇവിടെ ഓടിച്ച് കഴിഞ്ഞ് ടെസ്റ്റായി. ഇതിൻ്റെ ടെസ്റ്റ് ആയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഇതിൻ്റെ ഓണർ നമുക്കിട്ടൊരു ചെറിയ നൈസ് പണി തന്നെന്നുള്ളത്. പിന്നെ അവസാനം അവൻ എന്നെ ബാംഗ്ലൂരിൽ വരുത്തിച്ച് അവനെ നമ്മൾ വേറെ രീതിയിൽ കാര്യങ്ങളൊക്കെ ട്രീറ്റ് ചെയ്ത് അവൻ അവൻ്റെ അച്ഛൻ്റെ കൊടുത്തു വിട്ടു എൻ്റെ പേപ്പറുകളെല്ലാം. അവൻ എന്നെ ചെറിയൊരു അഭ്യാസം ഇത് ഫാസ്റ്റാഗൊക്കെ ബ്ലാക്ക് ലിസ്റ്റിലായിരുന്നു. അതുകൂടാതെ ഞാനറിയാതെ ഈ വണ്ടിക്ക് ഫിനാൻസ് ഉണ്ടായിരുന്നു. എന്നിട്ട് അതിൻ്റെ പേപ്പർ അവൻ NOC എടുത്ത് തരില്ല എന്ന് പറഞ്ഞു. അവന് വേണ്ട, ഞാൻ കർണാടകയിൽ എൻ്റെ പേരിൽ മാറ്റിക്കോളാന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ ഞാൻ മാറ്റാൻ നിന്നപ്പോൾ ഇങ്ങനൊരു ഇഷ്യൂ വന്നു. പിന്നെ അവന് നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തു. അവിടുത്തെ ഒരു SP നമ്മുടെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, അദ്ദേഹം വഴി നമ്മളവനെ ലോക്ക് ചെയ്തു. സാധനം കിട്ടി, സാധനമൊക്കെ മേടിച്ചു. ഞാനൊരു 3000 രൂപ ഫൈൻ അടിക്കേണ്ടി വന്നു. പിന്നെ നമ്പർ എടുത്തതും എനിക്ക് അല്ലെങ്കിൽ ഓർത്തിരിക്കില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ എടുക്കുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ചെയ്ത ഫോർച്യൂണർ നേപ്പാളിൽ പോയത് അത് 007 ആണ്. ഇത് 002 ആണ്. പിന്നെ 1100 പിന്നെ മറ്റേ ബെൻസ് അത് 99 ആയിരുന്നു. പിന്നെ ഒരു 3636 അങ്ങനെ 2626 2255 അങ്ങനെ അല്ല, ഇത് ഓർമ്മയിലുണ്ടാവും, ഇരിക്കില്ല, അതുകൊണ്ടാണ്. കൊള്ളാം. അപ്പം ഇതിന്റെ മെയിൻ്റെനൻസുകളൊക്കെ ഇപ്പൊ എങ്ങനെ ചെയ്യുന്നത്? സ്വന്തമായി സത്യത്തിൽ ഇതിന് മെയിൻ്റെനൻസ് ഒന്നും ഇല്ല. പെട്രോൾ അടിക്കുക, ഓടിക്കുക, പെട്രോൾ അടിക്കുക, ഓടിക്കുക. ഞാൻ ആകെ ഇതിനകത്ത് ചെയ്തേക്കുന്നത് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ സസ്പെൻഷൻ പുഷ് പോയിട്ടുണ്ടായിരുന്നു. എനിക്കത് ഒറിജിനൽ തന്നെ സസ്പെൻഷൻ പുഷ് 3000 രൂപ അടുത്തൊരു മാരുതിയുടെ തന്നെ ഇത് കിട്ടി. അടുത്ത് എനിക്ക് ടയറോഡൻറ്റും ബോൾ ജോയിൻറ്റും മാത്രമേ പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് രണ്ടും ഞാൻ മാറ്റി. ബാക്കി ആ ബുഷ് കിറ്റ് ഫുൾ കിറ്റ് മേടിച്ചിട്ടുണ്ട്, ഇപ്പോഴും ബാക്കി വിട്ടിരിക്കുന്നു. ഇനി ഇപ്പം എനിക്കൊരു ക്ലച്ച് ഒന്ന് മാറണം. ആദ്യമായിട്ടായിരിക്കും ക്ലച്ച് മാറാൻ തോന്നുന്നു. കാര്യം ക്ലച്ച് ഇതിനു മുമ്പ് മാറിയിട്ടുള്ളൂ എന്ന് എനിക്കറിയില്ല. അയച്ചിട്ടില്ലെന്ന് പറഞ്ഞു. 1,00,000 സംതിങ് കണ്ടായിട്ടുള്ള വണ്ടി ക്ലച്ച് പോയിട്ടില്ലെന്ന് തോന്നുന്നു. എന്താണേലും നിലവിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല. എന്നാലും എൻ്റെ ക്ലച്ച് ഞാൻ കോയമ്പത്തൂർ പോകുമ്പോൾ MGP തന്നെ മേടിച്ചിടാം എന്ന് വിചാരിച്ച് അങ്ങനെ ഇരിക്കുന്നു. ഓയിൽ ചേഞ്ചുകളെല്ലാം അതൊക്കെ 10,000-10,000-ലൊക്കെ ഉള്ളൂ. എനിക്ക് കുറവ് ചെറിയ ചെറിയ ഓട്ടങ്ങളുള്ളൂ. ദൂരേക്കൊന്നും പോണൊക്കെ വേറെ എന്തെങ്കിലും വണ്ടിക്കൊക്കെ ആയിരിക്കും. പിന്നെ ഇപ്പം എൻ്റെ ഏത് വണ്ടി ഉണ്ടെങ്കിലും അത് ഇപ്പം ഇതും കൊണ്ട് ലഡാക്ക് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോകും. ഞാനിത് വാങ്ങണതിൻ്റെ ഉദ്ദേശം എന്താ വെച്ചാൽ ഈ ബോക്സും എല്ലാം വെക്കുന്നത് വയസ്സാങ്കാലത്ത് കുടുംബമായിട്ടൊരു യാത്ര പോകണം എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് എടുത്തത്. എടുത്തെന്ന് കാരണം കൊണ്ടല്ല, അതൊരു യാത്ര ആയിരിക്കും. അത് മക്കള് രണ്ടുപേരും അല്ല ഇയാളുണ്ടാവും. അതെ അതെ. അപ്പൊ ഞാന് യാത്ര എന്ന് പറഞ്ഞാൽ അതൊരു ഷെഡ്യൂളൊന്നും വെക്കാത്തൊരു യാത്ര. ഇവിടുന്ന് പോകുന്നു, പ്ലാനിങ് അല്ലെങ്കിലും നമുക്കില്ല. നമുക്ക് ഇന്നിപ്പോ ട്രിപ്പ് പോയതല്ലേ, ഒരു പ്ലാനിങ് ഇന്ന സമയത്ത് ഇന്ന സ്ഥലം അങ്ങനെയൊന്നും നമ്മള് ചെന്ന്. ഞാനങ്ങനെ ബുക്ക് വെച്ച് ജീവിക്കുന്ന ആളൊന്നുമല്ല. നമുക്ക് ഇന്നിപ്പോൾ എന്താണ്
ഇപ്പോൾ വെയിലാണ്, കുറച്ച് കഴിയുമ്പോൾ തണൽ വരും. നമ്മൾ ആ രീതി അനുസരിച്ച് അങ്ങ് പോകുന്നു. നാളെ നേരം വെളുക്കുന്നു, ഇതേപോലെ തന്നെ വൈകുന്നേരം ആകുന്നു. നമുക്ക് അങ്ങനെ ഉള്ളൂ. ഇപ്പോൾ യാത്ര പോകാമെന്ന് പറഞ്ഞാൽ തന്നെ 2 ആമ്പിള്ളേരാണ് എനിക്ക്. ഒരാൾ ഇവിടെ ഇൻഫോ പാർക്കിൽ മൂത്ത ആൾ ജോലി ചെയ്യുന്നു, DB സിംറ. ഇളയാൾ അമൃതയിൽ MCA BCA പഠിക്കുക. ഒരു 3 വർഷം കൂടി കഴിഞ്ഞാൽ അവനൊരു ജോലി മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഫ്രീ ആയി. തുടങ്ങും ഞങ്ങളുടെ യാത്ര. 3 വർഷം കൂടി കഴിഞ്ഞാൽ ഞങ്ങളൊരു യാത്ര തുടങ്ങും. ആ യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇവിടുന്ന് പതുക്കെ പോയി ഈ പറഞ്ഞ പോയ ഹിമാലയത്തിൽ, ലഡാക്കിലും മണാലിയിലൊക്കെ കറങ്ങി അത് പതുക്കെ വരുള്ളൂ. 2-3 മാസമൊക്കെ കഴിഞ്ഞിട്ടേ വരുള്ളൂ. തിരക്കൊന്നുമില്ല, ആമ്പിളരായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അമ്മരെങ്ങനെയൊക്കെ നടന്നോളും. പിന്നെ പറ്റിയാൽ അവിടെ ലഡാക്കിലോ അല്ലെങ്കിൽ ബദ്ദിയിലോ എവിടെയെങ്കിലും ഒരു 10 സെന്റ് സ്ഥലം മേടിക്കുക, ഒരു വീട് വെക്കുക. വേണേൽ കാണാൻ അങ്ങോട്ട് വരട്ടെ, അതാണ് ഉദ്ദേശം. അല്ല, ഞങ്ങൾ രണ്ടുപേരും കൂടി പറഞ്ഞു വെച്ചാൽ അറിയട്ടെ, നോക്കാം. പിന്നെ ഇതൊക്കെ മുകളിൽ തമ്പുരാൻ്റെ കയ്യിലാണ് ഇതൊക്കെ കാര്യം. നമ്മളിവിടെ ഇന്ന് കിടന്ന് പ്രവചിച്ചിട്ട് കാര്യമൊന്നുമില്ല. പുള്ളി വിചാരിക്കണേ നടക്കുള്ളൂ. എൻ്റെ ജീവിതത്തിലെല്ലാം അങ്ങനെയാണ്. എല്ലാം സാധിക്കട്ടെ. ആഗ്രഹങ്ങൾ ഒരുപാട് വേണമല്ലോ, എന്നാലേ കുറച്ചൊക്കെ നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ ആഗ്രഹത്തിന് വേണ്ടി ജീവിക്കുക, അല്ലാതെ ജീവിച്ചു പോണമല്ലോ എന്ന്. അതെ, മോഹൻലാൽ പറഞ്ഞ പോലെ ഒരു മലയോളം ആഗ്രഹിക്കണം എന്നാലേ ഒരു കുന്നോളം കിട്ടുള്ളൂ എന്ന് പറഞ്ഞാല് നമ്മള്. അതെ, അപ്പം ഇതുപോലുള്ള വെറൈറ്റി വാഹനങ്ങൾ അതെ അത് വരും, കിട്ടുന്നത് വാങ്ങും നമ്മള്. എവിടെയെങ്കിലും വന്ന് പെടണം. കോമ്പി എടുത്താൽ കൊള്ളുന്നുണ്ട്. ശരിക്കും ഞങ്ങൾ കോമ്പി ഒരു ബ്ലാക്ക് വണ്ടി പറഞ്ഞത് നോക്കിയത്, പക്ഷെ അതിന് ഇത്തിരി വില ഇത്തിരി കൂടുതലാണ്. പക്ഷെ ആ വണ്ടി അവർ സ്ട്രിപ്പ് ചെയ്തു, ഫുള്ള് അതിന്റെ സാധനങ്ങൾ അഴിച്ച് വിറ്റു. കേരളത്തിൽ കിട്ടുമോ? ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ ഒരു ബ്ലാക്ക് വണ്ടി നല്ല വണ്ടിയായിരുന്നു. അതിന്റെ കംപ്ലീറ്റ് സാധനം അത് ഭയങ്കര വിലയും കൂടുതലാണ്. അതെ, കൊടുക്കല് പാടായിരിക്കും. അങ്ങനെയുള്ളവർ കൊടുക്കില്ല. ഇത് ആഗ്രഹിക്കണവരായിരിക്കുമല്ലോ വാങ്ങുന്നത്. അവരൊക്കെ അത് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തിൽ ഒരാൾ പോണ പോലെ ആയിരിക്കും. അതുകൊണ്ട് എൻ്റെ കയ്യിൽ പഴയ ഇൻഡു സുസുക്കിയും വെസ്പയുടെ സെലക്ട് ടു ഡബിൾ ഹെഡ്ലൈനുള്ള വണ്ടി, റോഡ് കിങ് ഒക്കെ സൈഡിൽ നിന്ന് തുരുമ്പെടുത്തു അരിയാൾ ചിത്താൻ പറയാറുണ്ട്. പിന്നെ ഇതിന് എത്ര മൈലേജ് ഒക്കെ കിട്ടാറുണ്ട്? മൈലേജ് അത്യാവശ്യമുണ്ട്, ഒരു 10-15 കിലോമീറ്റർ മൈലേജ് ഉണ്ടെന്ന് തോന്നുന്നു. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വേണ്ട ഒരു ഫുൾ ടാങ്ക് അടിച്ചില്ല, ഒരു ഫുൾ ടാങ്ക് അടിച്ചു, എന്നിട്ടും ബാക്കി ഉണ്ടായിരുന്നു. ഇല്ല, നമ്മൾ ഫുൾ ടാങ്ക് അടിച്ചില്ല. 2000 രൂപ കുറച്ച് അടിച്ചാൽ പോകുന്നത്. നല്ല മൈലേജ് ഉണ്ട്, അത്യാവശ്യം നല്ല മൈലേജ്. യാത്രാസുഖം നല്ലുണ്ട്. യാത്രാസുഖം യാത്രാസുഖം ഇത് ഓടിക്കല് മാരക ഓടിക്കല്, അത് ഭയങ്കര രസം. ഭയങ്കര രസം, ഭയങ്കര വണ്ടി. ഇത് വേണം നോക്കി. ഈ ബാക്കിലെ സീറ്റ് ബലേനോയിട്ട് വേറെ വ്യത്യാസമൊന്നുമില്ല. ഇത് ശേഷം ഭാഗമാണെന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും പീസ് കൊണ്ടുവന്നു. ഞാനിത് ടെസ്റ്റിന് കൊണ്ടുപോയപ്പോഴേ, ഇങ്ങോട്ട് കേരളത്തിലേക്ക് മാറ്റാൻ ടെസ്റ്റിന് കൊണ്ടുപോയപ്പോൾ ബൈക്കിൽ അവിടെ വന്നപ്പോൾ ഒരാൾ എന്നോട് ചോദിക്കാം, ചേട്ടാ ഇത് ഇങ്ങനെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്ത് തരില്ല, ഇത് ഓൾട്ടറേഷൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് ടെസ്റ്റ് ചെയ്തത്? ഞാൻ പറഞ്ഞ തൽക്കാലം നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു. പിന്നെ ഇത് ഭയങ്കര റയർ വണ്ടിയാണ്, ഞാൻ പറഞ്ഞുവല്ലോ. ഇത് ബലേനോ തന്നെയാണ്, പ്യൂർ ബലേനോ തന്നെയാണ്. 1.6 നേരത്തെ ഉള്ള പണ്ടുള്ള സെഡാൻ ബലേനോസ് ഇപ്പോൾ ഉള്ളവർക്ക് അറിയാൻ വഴിയില്ല, എങ്കിലും പണ്ടുള്ളവർക്ക് എന്തായാലും അറിയാം. ആ വണ്ടി സ്റ്റേഷൻ വാഗൻ ഷേപ്പാക്കി കുറച്ച് വീൽ ബേസ് കൂടിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട്. അത് കൺഫേം ചെയ്തിട്ട് നമ്മൾ പറയത്തുള്ളൂ. കേരളത്തിൽ കുറച്ച് വണ്ടി ഉള്ളൂ. കേരളത്തിൽ എനിക്ക് വളരെ കുറച്ച് വണ്ടികളുള്ളൂ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്ത് തൃപ്പൂണിത്തുറയിലും കോലഞ്ചേരിയിലൊക്കെ ആയിട്ട് 1-2 പേര് ആന്ധ്രാപ്രദേശിൽ നിന്നും വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ തപ്പിപ്പിടിച്ച് കൊണ്ടുവന്നിട്ട് റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. അല്ലാതെ റയറാണ്. വേറെ ഞാൻ ആദ്യമായിട്ട് കണ്ടിട്ടില്ല. പിന്നെ ഞാൻ ആദ്യം കണ്ടിട്ട് വണ്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ N1 കൺസെപ്റ്റ് അവർക്കുണ്ട്, ഒരു എയർ സസ്പെൻഷൻ ഒക്കെ ചെയ്ത വണ്ടിയുണ്ട്. അതിന് ശേഷം പിന്നെ ഞാൻ ഇവിടെ അത്ര ഈ വണ്ടികൾ കണ്ടിട്ടില്ല. പിന്നെ വന്നത് എനിക്ക് തോന്നുന്നു ഈ വണ്ടിയാന്ന് തോന്നുന്നു. ഞാനത് ശ്രദ്ധിക്കണേ, നമ്മുടെ മൂവാറ്റുപുഴയിലുള്ള ഒരാളുടെ സിൽവർ കളർ എബിനല്ല, അവൻ ഈ അടുത്തടുത്ത അയാള് പണ്ട് തൊട്ട് ഈ വണ്ടി സിൽവർ കളർ ഓടിച്ചു. അതായത് എനിക്ക് മറ്റേ ഇൻഡിഗോ മെറീന ഉള്ള സമയത്ത് ഞാൻ അതുകൊണ്ട് സ്റ്റേഷൻ വാൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ശ്രദ്ധിച്ചതായിരുന്നു. അത് ഇപ്പോഴും ഇടയ്ക്കൊക്കെ കാണാം. അല്ല, അപ്പൊ അയാളുടെ മൈൻഡ് വളരെ കുറച്ച് ഇറങ്ങിയിട്ടുള്ളൂ ഇവിടെ. ഇത് കേരളത്തിലല്ല, കേരളത്തിന് വെളിയിലായി വണ്ടികൾ കൂടുതലുള്ളത്. കർണാടകയിലുണ്ട്, വെസ്റ്റ് ബംഗാളിലുണ്ട്, പിന്നെ ആന്ധ്രയിലുണ്ട്. ആന്ധ്ര, കർണാടക, വെസ്റ്റ് ബംഗാൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇത് കൂടുതലും ഞാൻ രജിസ്ട്രേഷൻ കണ്ടത്. അതെ, അതിനുള്ള സ്ഥലമുണ്ട് ഇതിൽ. അല്ല, ഇതിപ്പോ നമ്മള് പെൻഡേറിന്റെ ഒരു ബോക്സ് അല്ല, ബോട്ട് എന്ന് പറയാൻ അത് വെക്കുന്നുണ്ട്. ഓക്കെ, ഏതായാലും കൊള്ളാം. ഇതുപോലുള്ള വെറൈറ്റി വണ്ടികൾ സ്വന്തമാക്കാൻ സാധിക്കട്ടെ, ഇഷ്ടപ്പെടുന്ന യാത്രകൾ ചെയ്യാൻ സാധിക്കട്ടെ. എല്ലാത്തിനും നല്ലൊരു വിഷസ് നേരുന്നു. താങ്ക് യു സോ മച്ച് രണ്ടുപേർക്കും. നല്ലൊരു എക്സ്പീരിയൻസ് തന്നു. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മൾ ഇതുപോലുള്ള വിൻറ്റേജ് ക്ലാസിക് വാഹനങ്ങളും അല്ലെങ്കിൽ
നമ്മുടെ വെറൈറ്റി യൂസർ എക്സ്പീരിയൻസുകളും എല്ലാം നമ്മുടെ ചാനലിൽ കൊണ്ടുവരാറുള്ളതാണ്. അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. നമ്മൾ പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.